അവിടെ ഒരുക്കങ്ങൾ ഏതുവരെ എന്ന ചോദ്യം ഇനി അപ്രസക്തമാണ്. കാരണം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ എന്താണ് അന്തിമമായി രാഷ്ട്രപതി എത്തണം, മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തണം. അതിൻ്റെ സാങ്കേതികമായ നടപടിക്രമങ്ങളെ ബാക്കിയുള്ളൂ. എന്തെങ്കിലും സർപ്രൈസ് അവസാന മിനിറ്റുകളിൽ ബാക്കിയുണ്ടോ ആർക്കെ? അല്ലാതെ ഈ സുരേഷ് ഗോപി മലയാളിയോട് സംസാരിച്ച ശേഷം എന്നോട് ബൈറ്റ് എടുക്കുമ്പോൾ ബെടിയ കുച്ച് മാലും നെയ് എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി. അപ്പോൾ ഇതിനു മുമ്പ് കാര്യമായ പ്രതികരണം നടത്തണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് കൂടി തോന്നുന്നു അല്ലേ ആർക്കെ? ഹാഷ്മി, ഇന്ന് ഈ രാവിലെ ഈ ചായ സൽക്കാരത്തിന് വേണ്ടി വിളിച്ചവരോടൊന്നും അവരോട് മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കുറെ അധികം എംപിമാരെയും ഒപ്പം എംപിമാരല്ലാത്ത ചിലർ, നമ്മുടെ ജോർജ് കുര്യനെ പോലെയുള്ള ആളുകളെയും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചായ സൽക്കാരത്തിന് വേണ്ടിയിട്ട് 11:30 മണിക്ക് ക്ഷണിക്കുന്നു. അതാണ് ഈ മന്ത്രിമാരാകാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് അവർ എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നെങ്കിലും അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഈ പട്ടിക രാഷ്ട്രപതി ഭവനാണ് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനവും നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരാരും ഈ തങ്ങളെ ഫോൺ വന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നു എന്നുള്ളതല്ലാതെ ഔദ്യോഗികമായിട്ട് അങ്ങനെ സ്ഥിരീകരിക്കാമെന്നും അവരാരും തയ്യാറായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറ്റിയത് ഇന്നിത് ഏതാണ്ട് 9 മണിക്കാണ് ഈ പട്ടിക കൈമാറുന്ന ഒരു സമയം അങ്ങനെ ഉണ്ടായെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. അദ്ദേഹം BJP നേതൃത്വം കരുതിയത് അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ചിലർക്കെങ്കിലും അവരങ്ങനെ ധരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സമയത്തിന് കാര്യങ്ങൾ അറിയിക്കാം എന്ന് കരുതിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കേരളത്തിലായിരുന്ന അദ്ദേഹത്തിന് പിന്നീട് വലിയ ബുദ്ധിമുട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മാലും നെഹി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ ന്യായീകരിക്കാനായിട്ട് നോക്കുന്നത്. ഏതായാലും നമുക്ക് ആ പട്ടിക ഒന്ന് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം ആഷ്മി. ഇപ്പോഴത്തെ ഒരു അവിടെ പങ്കെടുത്ത ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ആ ഒരു പട്ടിക ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശമായിട്ടുള്ള ഒരു രൂപരേഖ ലഭിക്കും. അതിൽ ഗുജറാത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൽ അമിത്ഷാ പങ്കെടുത്തു, S ജയശങ്കർ ഉണ്ട്, മൻസുഖ് മാണ്ഡവ്യ ഉണ്ട്, CR പാട്ടീൽ ഉണ്ട്, നിർഭുവൻ ഉണ്ട്, ഒപ്പം ഒഡീഷയിൽ നിന്നുള്ള അശ്വനി വൈഷ്ണവ് ഉണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിലെത്തും എന്നാണ് അറിയുന്നത്. ജുവൽ ഒറാം, BJPയുടെ നേതാവായിട്ടുള്ള ജുവൽ ഒറാമും അദ്ദേഹവും ഉണ്ട്. കർണാടകയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നിർമ്മലാ സീതാരാമൻ ഒരുപക്ഷെ ഇത്തവണ മാറി നിൽക്കുമെന്നും സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങുമെന്നും അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചില മാസങ്ങൾ അവധിയിലേക്ക് പോകുമെന്നും ഒക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും നിർമ്മലാ സീതാരാമനും മടങ്ങി വന്നിരിക്കുന്നു. HD കുമാരസ്വാമി, പ്രഹ്ലാദ് ജോഷി, ശോഭ കരന്തലജെ, V സോമണ്ണ, അങ്ങനെ ഉള്ള ആളുകളാണ് ഈ കർണാടകയിൽ നിന്നും വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് പീയൂഷ് ഗോയൽ ഉണ്ട്, നിതിൻ ഗഡ്കരി ഉണ്ട്, പ്രതാപ് റാവു ജാഗ്ദേവ് ഉണ്ട്, ഒപ്പം രക്ഷാ ഖാഡ്സെ ഉണ്ട്, രാംദാസ് അത്തേവാല അദ്ദേഹവും വീണ്ടും ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇടം പിടിക്കുന്നുണ്ട്. ഗോവയുടെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീപദ് നായിക്ക്, അദ്ദേഹം മുൻപും മന്ത്രിസഭയിലെ അംഗമായിരുന്ന ആളാണ്, ആയുഷിന്റെ ഒക്കെ ചുമതലയൊക്കെ വഹിച്ച ആളാണ്. അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും കൗതുകമുള്ള കാര്യമാണ്. പതിവ് പോലെ ജമ്മു കാശ്മീരിൽ നിന്ന് ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും അമിത്ഷയെ സംബന്ധിച്ചും വിശ്വസ്തനായിട്ടുള്ള കഴിഞ്ഞ തവണ പേഴ്സണൽ മന്ത്രാലയം കൈകാര്യം ചെയ്ത ജിതേന്ദ്ര സിംഗ് ഇത്തവണയും മന്ത്രിപദത്തിലേക്ക് വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്ന് JP നദ്ദ, BJPയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിട്ടുപോകലുണ്ട്. അത് അനുരാഗ് സിംഗ് ഠാക്കൂറിൻ്റെതാണ്. BJPയുടെ യുവമുഖം എന്ന് പറഞ്ഞിരുന്ന അനുരാഗ് സിംഗ് ഠാക്കൂറിന് ഇന്ന് പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാന ലബ്ധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല. മധ്യപ്രദേശിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, സാവിത്രി താക്കൂർ, വീരേന്ദ്രകുമാർ എന്നിങ്ങനെ 4 പേരുടെ പേരുകളാണ് നമുക്ക് സൽക്കാരത്തിൽ പങ്കെടുത്തവരായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. രാജ്നാഥ് സിംഗ്, ജയന്ത് ചൗധരി, ജിതിൻ പ്രസാദ, പങ്കജ് ചൗധരി, BL വർമ്മ, അനുപ്രിയ പട്ടേൽ, ഒപ്പം SP സിംഗ് ബാഗേൽ, കാമീഷ് പാസ്വാൻ അടക്കമുള്ളവരാണ് ഈ ഉത്തർപ്രദേശിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് വരുന്നത്. അവിടെ നോക്കേണ്ട ഒരു കാര്യം, ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായെങ്കിലും ഈ മന്ത്രിമാരുടെ എണ്ണം നൽകുന്നതിൽ ഏതാണ്ട് 8 മന്ത്രിസ്ഥാനങ്ങളോളം ഉത്തർപ്രദേശിന് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് BJPക്ക് ഇനിയും വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് BJP പോകുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് കൂടി നമുക്കതിനെ കാണാം. അമിത്ഷായ്ക്ക് ധനകാര്യം എന്നൊക്കെ കേൾക്കുന്നതാണോ, അതോ ഹോം ഫിനാൻസ്, ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫ്ലിംഗ് പ്രതീക്ഷിക്കണോ ആർക്കെ?
ഈ അമിത്ഷാ ധനകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു വിദഗ്ധനാണ്. അദ്ദേഹം ഒരുപക്ഷെ കഴിഞ്ഞ ഈ 2019 ഈ സഭ ഈ മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യത്തിലും അമിത്ഷാ സഭയിലേക്ക് എത്തിയപ്പോൾ ആദ്യം എല്ലാവരും കരുതിയത് ഈ ധനകാര്യ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിനായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ നിശ്ചയമായിട്ടും പ്രതീക്ഷിക്കാം. കാരണം ഒരുപക്ഷെ ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ ഈ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള കേന്ദ്ര ഏജൻസികൾ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹകരണ വകുപ്പിന് കീഴിൽ ഇതേ മാതൃകയിൽ പുതിയൊരു ഏജൻസി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ന്യായമായിട്ട് നമുക്ക് ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യത്തിൽ ഒരു വച്ചുമാറ്റം പ്രതീക്ഷിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ക്രിമിനൽ നിയമങ്ങളുടെ BJPയെ സംബന്ധിച്ച് അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട അജണ്ട. ക്രിമിനൽ നിയമങ്ങളുടെ ഒരു പുതിയ രൂപം 3 നിയമങ്ങളുടെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാര്യത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൗത്യം ഒരുപക്ഷെ അടുത്ത ഈ ഘട്ടത്തിൽ അത് ധനകാര്യ മന്ത്രാലയത്തിലാണ് ഇടപെടലായി ഉണ്ടാകാൻ സാധ്യത എന്ന വിധത്തിൽ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കാം. ഏതായാലും തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ BJP നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും അക്കാര്യത്തിൽ അത്ര ഈ ഒരു ചോദ്യത്തോടു കൂടി സുപരിചിതമായിട്ടുള്ള രീതിയിലല്ല പ്രതികരിക്കുന്നത്. നിർമ്മല സീതാരാമൻ മടങ്ങിയെത്തിയിരിക്കുന്നു. അവർ ഇന്നത്തെ ഈ ചായ സൽക്കാരത്തിന്റെ ഭാഗമായിട്ടും പങ്കെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയിൽ അവർ ഉണ്ടാകും. രാജ്നാഥ് സിംഗ് ഉണ്ട്. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പ് വളരെ നന്നായി കൈകാര്യം ചെയ്തു എന്ന പേര് എടുത്തയാണ്. അതുകൊണ്ട് രാജ്നാഥ് സിംഗിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പ്രതിരോധ വകുപ്പ് അദ്ദേഹത്തിന് വീണ്ടും തുടരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും. അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്ത ആഭ്യന്തരമാണെങ്കിലും അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം വരുന്നത് വരെ അക്കാര്യത്തിൽ കാത്തുനിന്നേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാഷ്മി, വീണ്ടും അധികാരത്തിലേക്ക് നരേന്ദ്രമോദി ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്നു, അല്ലെങ്കിൽ നേതാവാകുന്നു നരേന്ദ്രമോദി. തെരഞ്ഞെടുക്കപ്പെട്ടല്ലേ ഒരു ഇലക്ഷനിലൂടെ 3 തവണ തുടർച്ചയായി വരുന്നു. അടുപ്പിച്ച് 3 തവണ ഹാട്രിക് തികയ്ക്കുന്ന നെഹ്റുവിന് ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രി എന്ന ബഹുമതിയുണ്ട്. ഇപ്പോൾ 2014 282, 19 303, ഇക്കുറി അത് 240 കുറയുമ്പോൾ പോലും ഒരു നേരത്തെയുള്ള ഉണ്ടാവുന്നു. പ്രധാനമന്ത്രി വീണ്ടും അടുപ്പിച്ചുള്ള ടൈമിൽ 3 തവണ പ്രധാനമന്ത്രിയാവുന്നു എന്നുള്ള ബഹുമതി ഒരു റെക്കോർഡാണ്, ഒരു നേട്ടമാണ് അത്. ആർക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഘടകകക്ഷികളെ എങ്ങനെ BJP കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ TDP, JDU തുടങ്ങിയ പാർട്ടികളുടെ കാര്യം നമ്മൾ പലകുറി പറഞ്ഞതാണ്. അങ്ങനെ അത്ര വിശ്വസിക്കാവുന്ന ഘടകകക്ഷികളല്ല എന്നത് എന്താണ് കോൺഗ്രസിനും BJPക്കും ഒക്കെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു എന്നതായിരിക്കുമല്ലോ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ 3ാം ടേമിൻ്റെ ഒരു ഭാവി തന്നെ തീരുമാനിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ എത്ര കണക്കിലെടുത്തിട്ടുണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്നത് ഒരു വലിയ ചോദ്യമാണല്ലോ. തീർച്ചയായിട്ടും വിജയൻ, അക്ഷരാർത്ഥത്തിൽ ഏറ്റവും യുക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമാണത്. കാരണം വിലപേശാൻ ഇത്ര നന്നായി അറിയാവുന്നത്, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ഇത്ര ഭംഗിയായിട്ട് അറിയാവുന്ന നേതാക്കന്മാരുടെ പട്ടികയിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. ഒരുപക്ഷെ വിജയനും ഹാഷ്മിക്കും ഒക്കെ ഓർമ്മയുണ്ടാകും. നമ്മൾ പലതവണ ഈ ചന്ദ്രബാബു നായിഡുവിന്റെ വാർത്ത കഴിഞ്ഞ 2 വർഷങ്ങളൊക്കെ കൊണ്ട് നൽകുമ്പോൾ BJP ദേശീയ നേതൃത്വത്തിന്റെ അടുക്കെ അവർക്ക് ഒരു സന്ദർശന അനുമതി തേടി ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് എത്തുന്നതും തിരിച്ചു പറക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ ചില കേസുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അകറ്റി നിർത്തിയ ചന്ദ്രബാബു നായിഡുവിനെയാണ് തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തിയ സമയത്ത് BJP ഒപ്പം കൂട്ടുന്നതും ഈ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP അത് ചെയ്തത്. അതിന് അനുബന്ധമായിട്ടുള്ള ഫലം അവർക്ക് അവിടെ ലഭിച്ചു. എന്നാൽ അത് മുൻനിർത്തിക്കൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ BJP നേതൃത്വത്തോട് വിലപേശിയത് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റു പല ആവശ്യങ്ങളും അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ പൂർവ്വമായി പരിഗണിക്കാം എന്ന് BJP ദേശീയ നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ക്യാബിനറ്റ് മന്ത്രിമാർ 3 പേർ വേണം എന്ന് ആവശ്യമായിരുന്നു ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചത്. ഒപ്പം സഹമന്ത്രിമാരായിട്ടുള്ളവർ 2 പേർ വേണം, ഒരു സ്വതന്ത്ര ചുമതല, ഇങ്ങനെയായിരുന്നു മുന്നോട്ട് വെച്ചത്. ഒപ്പം സ്പീക്കറും
ഇത്രയും വിപുലമായിട്ടുള്ള 16 അംഗങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ആ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഈ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഒരു ക്യാബിനറ്റ് പദവി, ഒരു സഹമന്ത്രി പദവി എന്ന വിധത്തിലേക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ചിന്തകളെ കൊണ്ടുവരാനായിട്ട് BJP ദേശീയ നേതൃത്വത്തിന് സാധിച്ചു. എന്നാൽ സമാനമായിട്ട് ചില ഉറപ്പുകൾ ഈ ദേശീയ നേതൃത്വം ചന്ദ്രബാബു നായിഡുവിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി മുതൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പാക്കേജ് പദവി അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ആ തീരുമാനം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ധനകാര്യ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം അടക്കം ചോദിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. ആദ്യം ധനമന്ത്രി ചോദിച്ചു, അത് കിട്ടാതായപ്പോൾ സഹമന്ത്രിയെങ്കിലും വേണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതും പക്ഷേ ഫലവത്തായില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഏതായാലും അദ്ദേഹം ആവശ്യപ്പെട്ട വകുപ്പുകളിൽ IT ഉണ്ടായിരുന്നു, നഗരകാര്യ വികസനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് നഗരകാര്യ വികസനം വലിയ പ്രാധാന്യമാണ്. അമരാവതി ഒരു സംസ്ഥാന തലസ്ഥാനമാക്കി നിർമ്മിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ അപ്പുറത്ത് ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ JDUവിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലപേശൽ ശക്തിയും ഇത്തവണ വളരെ വലുതായിരുന്നു. BJP നേതൃത്വം അദ്ദേഹത്തെ പലതവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ റാലികളിൽ പോലും നിതീഷ് കുമാറിനെ പങ്കെടുപ്പിക്കാത്ത വിധത്തിലുള്ള റാലികളായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേവല ഭൂരിപക്ഷം BJPക്ക് ഇല്ലാതായത് വന്നതോടെ നിതീഷ് കുമാറിനെ ആശ്രയിച്ചേ മതിയാകൂ എന്ന് BJP ദേശീയ നേതൃത്വം നിർബന്ധിതരായിരിക്കുന്നത്. നിതീഷ് കുമാറും ആവശ്യപ്പെട്ടത് 2 ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും അടക്കമുള്ള ഒരു സ്വാഭാവികമായി അവർക്ക് സീറ്റെണ്ണം കൂടുമ്പോൾ വിജയകുമാർ ഇവിടെ ഘടകകക്ഷി മന്ത്രിമാരുടെ ഒരു ഏകദേശ ലിസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. TDPയുടെ K രാമോഹൻ നായിഡു, TDPയുടെ തന്നെ ചന്ദ്രശേഖർ പെമ്മസാനി, JDU ലല്ലൻ സിംഗ്, JDUവിന്റെ രാംനാഥ് താക്കൂർ, RLDയുടെ ജയൻ ചൗധരി, LJP RV ഗ്രൂപ്പിൽ ചിരാഗ് പാസ്വാൻ, ശിവസേനയുടെ പ്രതാപ് റാവു ജാദവ്, ഹിന്ദുസ്ഥാൻ മോർച്ച നേതാവ് ജിതാൻ റാം മാഞ്ചി, മുൻ മുഖ്യമന്ത്രി AJSU ചന്ദ്രപ്രകാശ് ചൗധരി, RPയുടെ രാംദാസ് അത്താവലെ, അപരാധുള്ള അനുപ്രിയ പട്ടേൽ, HD കുമാരസ്വാമി JDS. ഇത്രയും 12 പേരുടെ പേരാണ് പ്രോബബിൾ മിനിസ്റ്റേഴ്സ് ഇൻ മോഡി 3.0 ND അലീസ് എന്ന് പറയുന്നത്. കാര്യത്തിലൊക്കെ ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ ചിരാഗ് പാസ്വാന് ഊർജ്ജ വകുപ്പ് തന്നെ ലഭിച്ചേക്കും എന്ന സൂചന. അതിനുള്ള വരുന്ന ഒരു കല്ലുകടി NCPയുടെ കാര്യത്തിലാണ്. NCP അജിത് പവാർ പക്ഷത്തിന് ക്യാബിനറ്റ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി തരാം, അത് വേണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി എന്നാണ് കേൾക്കുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് നേരത്തെ പറഞ്ഞത് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് ഓഫർ ചെയ്തു, അവരത് നിരസിച്ചു. ഇപ്പോൾ കേൾക്കുന്നു അടുത്ത ഘട്ടത്തിൽ മന്ത്രിസഭ വികസിപ്പിക്കുമ്പോൾ അത് പരിഗണിക്കാം. പക്ഷേ അവർക്കൊരു പിണക്കമുണ്ട്. മാത്രമല്ല അവര് അവരുടെ തോൽവിയുടെ കാര്യത്തിലും അവർ പ്രതിഷേധം ഉയർത്തുകയാണ്. അപ്പൊ ഏത് രീതിയിലാണ് NCPയുടെ സമീപനം എന്ന കാര്യം നോക്കണം.